താങ്ക് യു. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വന്തം ഒരു കുടുംബത്തിനെന്നതുപോലെയാണ് ഞാൻ ഈ കുവൈറ്റ് കൂട്ടായ്മയുടെ കൂടെ കുറേ നാളുകളായിട്ട്, ഏകദേശം ഒരു 4 വർഷത്തോളം അധികമായിട്ട് നിങ്ങളോടൊപ്പം ഇടയ്ക്കിടെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനും വചനം പറയാനുമായി ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുവൈറ്റിലുള്ള ഈ കൂട്ടായ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അവരോട് കൂടെ എഫാത്ത കമ്മ്യൂണിറ്റി, മറ്റു പല ഗ്രൂപ്പുകളെല്ലാം ചേർന്നാണ് നമ്മൾ ഈ ശുശ്രൂഷയെ കർത്താവ് വിപുലമാക്കിയിരിക്കും. നന്ദി പറയാം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ കർത്താവ് മോശയോട് പറയും, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്ന എന്താൽ എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ കാര്യം നിനക്ക് ഞാൻ നിറവേറ്റി തരും. ദൈവത്തിന്റെ വലിയൊരു വാഗ്ദാനം തൻ്റെ പ്രിയപ്പെട്ട ദാസനോട് മോശ പറഞ്ഞു വെക്കുകയാണ്. നീ എന്താണോ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിനക്ക് തരും. കാരണം എനിക്ക് നിന്നെ അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നോക്കുന്ന ആ കർത്താവ് എന്നിൽ സംപ്രീതനാകുവാനും എൻ്റെ ആവശ്യങ്ങൾക്കുള്ളിലേക്ക് ദൈവശക്തി വെളിപ്പെടുവാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, അതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് വെക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകത്തില് 55-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എല്ലാ ഹൃദയഭാരങ്ങളും, എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും, എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ രാവിലെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, ഈശോയെ, അങ്ങയുടെ വലിയ പ്രീതിയാൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോ ഇന്നോളം ജീവിക്കുന്നവനാണ്. ഇന്നോളം കർത്താവ് നമ്മുടെ മധ്യത്തില് ഇന്നും ജീവിക്കുന്നവനാണ്. വലിയ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവെ, ദേശാന്തരങ്ങളിലേക്ക്, തകർച്ചകളിലായിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിലേക്ക്, ഈശോയുടെ കൃപാവരങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മക്കളിലേക്ക് എല്ലാം ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവശക്തിക്ക് അതിരുകളില്ല, വരമ്പുകളില്ല, പരിധികളില്ല, പരിമിതികളില്ല. കർത്താവെ, നിന്റെ അത്ഭുതകരമായ ശക്തി, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തി, കണ്ണുനീരുകൾ തുടയ്ക്കുന്ന ശക്തി, മനുഷ്യരെ മാറ്റിയെടുക്കുന്ന ശക്തി, മാനസാന്തരത്തിന്റെ ശക്തി കർത്താവെ കൂട്ടായ്മയിൽ അങ്ങ് വെളിപ്പെടുത്തണ ഈശോയെ, അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ കുടുംബത്തിലെ ദേശത്ത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ ആഗ്രഹത്തോടെ എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. ഓ എന്റെ ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ശക്തി ഈ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വന്ന് പ്രാർത്ഥനാ നിമിഷങ്ങളെ അനുഗ്രഹമാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കുടുംബത്തിലേക്ക്, കണ്ണുനീരുകളിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് ജീവിതങ്ങളെ മാറ്റിയെടുക്കണമേ. ദൈവസ്പർശനം ഉണ്ടാവട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരു ഹൃദയത്തോടെ ഒരുമിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറഞ്ഞു 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 കവിഞ്ഞൊഴുകണമേ എന്ന് ആഗ്രഹിക്കട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു
നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. താരങ്ങളിലേക്ക് നിറയണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെ ഏറ്റെടുക്കണമേ. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. മക്കളെ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി മാറണമെന്നാണ്. നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ നിന്റെ ഹൃദയത്തോളം എൻ്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന എത്തട്ടെ നിന്ന് നിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാ ഹൃദയത്തിന്റെ വേദനകളും ഭാരങ്ങളും എല്ലാം ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുത്ത് പ്രാർത്ഥനയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോ എനിക്ക് തന്ന വചനം ഇങ്ങനെയാണ്. കർത്താവിന്റെ വചനം എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. എഫെസോസ് 6:18. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ.
ആ വിശ്രാമം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എനിക്കറിയാം, എല്ലാ ആഴ്ചയും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയോട് അനേകം വലിയ വചന പ്രഘോഷകർ വന്ന് എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ ദിവസവും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ഇന്ന് ഞാൻ എന്ത് സംസാരിക്കണമെന്ന് ചോദിച്ചു ബിഷപ്പ് തന്ന വചനം ഇതാണ്: നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവാൻ. ഈശോ തന്ന ഒരു വലിയ ഉപദേശം അതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ യാചിക്കുന്നുണ്ട്, അപേക്ഷകളുണ്ട്, യാചനകളുണ്ട് എനിക്കും നിങ്ങൾക്കും. ഈശോ പറയുകയാണ്, മക്കളെ, ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ക്ഷണമാണ് ഈശോ എനിക്ക് നിങ്ങൾക്കും തന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എങ്ങനെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുക? ഇവിടെ സങ്കീർത്തന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ ആത്മാവെ നീ എന്തിന് ആകുലപ്പെടുന്നു? സങ്കീർത്തകൻ സ്വയം ചോദിക്കുക. എന്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക. എന്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു? ഇങ്ങനെ സങ്കീർത്തകൻ തൻ്റെ ആത്മാവിനോട് ചോദിക്കുന്ന ചില പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ചില സ്വരങ്ങള് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ സങ്കീർത്തകൻ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണ്? ഒരിക്കലുമല്ല. പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. എന്നാൽ സങ്കീർത്തകന്റെ ആത്മാവിൽ എവിടെയൊക്കെയോ അസ്വസ്ഥതകളും വിഷാദങ്ങളും ശാന്തിയില്ലായ്മകളും ഉണ്ട് എന്ന് തോന്നിയപ്പോഴൊക്കെ ആത്മാവിനെ ശാന്തതയിലേക്ക്, വിഷാദമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ നമ്മളിവിടെ കാണുകയാണ്. ഇന്ന് കർത്താവ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ എന്നോടും നിങ്ങളോടുമായി ഈശോ പറയുകയാണ്, മക്കളെ, ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ആയിരിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തില് ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലൻ, യുവാവ്, രണ്ട് രീതിയിൽ നമ്മൾ ദാനിയേലിനെ കാണും. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസന്യായെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അന്യായമായി വിധിച്ചുകൊണ്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂസന്യായെ ദൈവത്തിന്റെ ആത്മാവിൽ നിറച്ച് തെറ്റായ വിധിയെ ഖണ്ഡിക്കാനായി ദൈവം തെരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു ബാലനാണ് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി. അവന്റെ ആത്മാവിനെ ദൈവം തൊട്ടുണർത്തിക്കൊണ്ട് അവിടെ തെറ്റായ വിധിയെ ഖണ്ഡിച്ച് നീതി നടത്തി കൊടുക്കുന്നതായി നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ദാനിയേൽ എന്ന പ്രവാചകന്റെ പുസ്തകത്തിലുടനീളം ഈ യുവാവിന്റെ പ്രത്യേകത നിരന്തരമായ പ്രാർത്ഥനയാണ്. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ അനേകം പ്രതിസന്ധികള്, ദൈവത്തെ ഉയർത്തി നിർത്താനായി അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന നമ്മൾ കാണുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തില് നബൂഖദ്നേസർ രാജാവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട അനേകം വലിയ പ്രമുഖരായ യുവജനങ്ങൾ കൂട്ടത്തിൽ 4 പേര് എത്തിപ്പെടുന്നുണ്ട്, ദാനിയേലും കൂട്ടരും. രാജാവിന്റെ ഭക്ഷണമേശയിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് സമൃദ്ധമായ ഒരു ജീവിതത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുക, വലിയധികം ആരോഗ്യമുള്ളവരായി അവർ മാറണമെന്ന് രാജാവ് ആഗ്രഹിക്കുമ്പോൾ രാജാവിന്റെ മേശ വിജാതിയന്റെ മേശയാൻ തിരിച്ചറിഞ്ഞ് അതിനോട് നോ പറഞ്ഞുകൊണ്ട് പച്ചക്കറികൾ മാത്രം കഴിച്ചിട്ട് ദാനിയേല് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കുന്നതായി നമ്മൾ വിശുദ്ധ കാണുന്നുണ്ട്. അസ്വസ്ഥപ്പെടുന്ന ഒരു ആത്മാവാണ്. അവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, 10 ദിവസം നീ ഞങ്ങളെ നിരീക്ഷിക്കും. ഈ 10 ദിവസവും പച്ചക്കറി മാത്രം കഴിക്കുകയും മറ്റുള്ളവര് മറ്റു സമൃദ്ധമുള്ള വലിയധികം ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ആത്മാവിൽ സമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും കൊടുക്കാൻ, ദൈവശക്തി അവന്റെ ജീവിതത്തിലേക്ക് ആവസിക്കാനായി അവൻ ചെയ്തത് പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള യാമങ്ങളിലുള്ള അവന്റെ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 22-ാമത്തെ വചനം ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മനുഷ്യനാണ് ദാനിയേലിന്റെ പ്രാർത്ഥനകൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് വചനം 21-ാമത്തെ വചനത്തിൽ, അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട, ആരംഭത്തിൽ അവൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അതായത് അവന്റെ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവദൂതൻ അവന്റെ അടുക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആഴം നമ്മൾ കണ്ടെത്തണം. സങ്കടങ്ങളില്ലാത്ത മനുഷ്യനല്ല, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യനല്ല, ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ
ഇതാ ഗബ്രിയേൽ ദൂതൻ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ജ്ഞാനവും അറിവും കൊണ്ട് നെബൂഖദ്നേസർ രാജാവിന്റെ മുമ്പിൽ തന്റെ ദൈവത്തെ ഉയർത്തി നിർത്താൻ, തന്റെ ദൈവത്തോളം വലുതായി ആരുമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ധ്യാനിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം മറ്റെല്ലാ ദേവന്മാരെക്കാൾ വലിയവനാണെന്ന് ഉയർത്തി പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ദാനിയേൽ എന്നും പ്രാർത്ഥിക്കുക. അവന്റെ ജീവിതം മുഴുവൻ അതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം മുഴുവൻ അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ 23-ാമത്തെ വചനം ഇങ്ങനെ പറയാം, നിന്റെ യാചനകളുടെ ആരംഭത്തിൽ, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഒരു വചനമുണ്ടായി. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദാനിയേലിന്റെ അടുക്കൽ ദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുദിനവും പ്രാർത്ഥനയ്ക്കായി ഞാനും നിങ്ങളും അണയുമ്പോ ദാനിയേൽ പ്രവാചകന്റെ അടുക്കലേക്ക് എന്നതുപോലെ എന്റെയും നിങ്ങളുടെയും അടുക്കലേക്ക് സ്വർഗത്തിന്റെ ദൂതൻ കടന്നു വരണം. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ സ്വർഗം നിന്റെ ആത്മാവിനോട് പറയും, വിഷാദിക്കേണ്ടതില്ല, ശാന്തിയില്ലാതിരിക്കേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല, അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഏതൊരു വ്യക്തിയും പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആഴപ്പെട്ടിരിക്കേണ്ട ഒരു ബോധ്യമുണ്ട്. എന്റെ ദൈവം എന്നെ അത്യധികം സ്നേഹിക്കുന്നു, എന്റെ കർത്താവ് എന്നെ അത്യധികം സ്നേഹിക്കുന്നുവെന്ന് ആഴമായ ബോധ്യമുള്ള ഒരു വ്യക്തിയും ഒരിക്കലും പ്രാർത്ഥന മുടക്കുകയില്ല. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നില്ല. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും, ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് കുർബാനകൾ ബോറായി പോകുന്നു, ജപമാലകൾക്ക് നീളം കൂടി പോകുന്നു. അങ്ങനെ പ്രാർത്ഥനകൾക്കൊരു ബോറിങ് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് തോന്നി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിന്റെ കുറവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നൊരു വ്യക്തി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ, ഞാനിവിടെ UK-യിലുണ്ട്, പ്രാർത്ഥന കൂട്ടായ്മകളൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആ മനുഷ്യരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അനേകം മക്കൾ സമൃദ്ധി നിറഞ്ഞ പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അവിടെ ചെന്ന് അവർക്കെല്ലാം കിട്ടിയതൊക്കെ കൊണ്ടും അധ്വാനിച്ചും ഇനിയും റെഡിയാക്കാൻ, ഇനിയും കുന്നുകൂട്ടാനുള്ള ശ്രമത്തിനിടയിൽ ദേവാലയ പരിസരങ്ങളോ ചിലപ്പോൾ മറന്നുപോയെന്ന് വരും. എന്നാൽ ഈ മനുഷ്യൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥന കൂട്ടായ്മ വേണം, എനിക്ക് കുർബാന വേണം, സിസ്റ്റർ എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യന് ഈശോയെ കിട്ടാത്തതിനൊരു ശൂന്യതയൊക്കെ നിറഞ്ഞു നിന്നിട്ട് അവൻ അത് അന്വേഷിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അവൻ എന്നോട് പറഞ്ഞില്ല, സിസ്റ്ററെ, വന്നതേ ഉള്ളൂ ദാരിദ്ര്യമാണ്, വന്നതേ ഉള്ളൂ ജോലിയില്ല, അതൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. ഒറ്റ സമയം സാധ്യമായിട്ട് എഴുതുന്ന മെസ്സേജാ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കണ്ടെത്തണം സിസ്റ്ററെ. എവിടെയാ എനിക്കുള്ളത്? അത് തേടുന്ന ഒരു ഹൃദയം. എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈശോയിലേക്ക് എൻ്റെ ആത്മാവ് ചേർന്നിരിക്കുമ്പോ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റും പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മളോട് അതാ പറയുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന, ഇന്നൊരു വ്യക്തി എനിക്ക് മറ്റൊരു വ്യക്തി തൊട്ടു മുമ്പ് ധ്യാനത്തിൽ തൊട്ട് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ സിസ്റ്ററെ, എന്തിനാണ് ഞാൻ ഇതുപോലെ സഹിക്കുന്നത്? ഏറെ നാളുകളായി വിദേശത്തായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ ദൈവം അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ജോലി സ്ഥലത്ത്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചിലപ്പോ അവർ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കർത്താവ് തരുന്നുണ്ടോ എന്നുള്ള ഒന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിയണം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു ഈശോ ഇവിടെയുണ്ട്. എല്ലാ ദിവസത്തെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കടന്നു വരാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് അത് തന്നെയാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. അപ്പൊ നിനക്ക് പ്രാർത്ഥനകൾ വ്യർത്ഥമായി പോകില്ല, ധ്യാന ശുശ്രൂഷകൾ നിനക്ക് ബോറടിയാകില്ല, നിനക്കൊന്നും ബോറടിയാകില്ല. എന്നെ സ്നേഹിക്കുന്നവന്റെ അടുക്കലേക്കുള്ള എൻ്റെ യാത്രയുടെ ഓരോ പടികളാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഓരോ നിമിഷങ്ങളെന്ന് എനിക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒക്കെ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. അനേകം പ്രാർത്ഥനാ നിയോഗങ്ങളുമായി നിങ്ങളുടെ എത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് തരട്ടെ. ആത്മാവ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സ്വർഗം നമ്മുടെ സമീപത്തേക്ക് വരും. ഇന്ന് ഈ ശുശ്രൂഷയില് അനേക കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും.
അവിടെ എല്ലാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിന്റെ ദർശനങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ച് നമുക്കൊരിക്കൽ കൂടി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ, സ്വർഗം ഞങ്ങളുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കൃപ ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ അപ്പാ. ഈശോയെ, അതുപോലുള്ള അടയാളങ്ങൾ നീ കർത്താവേ പ്രാർത്ഥിക്കുന്നവരെ മക്കൾക്ക് ലഭിക്കാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ആഴമായി പ്രാർത്ഥിക്കാനുള്ള കൃപ, ആഴമായി പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഈശോയെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ, ഹല്ലേലൂയ, കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഗ്രഹിച്ചു കൊതിയോടെ പ്രാർത്ഥിച്ചേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കരം പിടിക്കുന്നതായിട്ട് കർത്താവ് ഒരു വിഷം തരികയാണ്. പ്രാർത്ഥിക്കുന്ന അനേകരുടെ കരങ്ങൾ ഈശോ കൂട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിക്കുക. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള വരം ദൈവം തരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ദൈവം അടുത്തു വരുന്ന വ്യക്തി പ്രാർത്ഥിക്കാനുള്ള കൃപ നിങ്ങൾ ചോദിക്കുക. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ അതാ കണ്ടത്. കർത്താവ് അടുത്തു വരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സമീപത്തിൽ നിൽക്കുന്ന ഒരു അനുഭവം ഈശോയെ എനിക്ക് തരണേ. ഈശോയെ, അത് തന്നെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനുള്ള വരത്തിലേക്ക് ദൈവം എന്നെ നയിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയൊരു സാക്ഷ്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മെയ് മാസത്തില് ഞാൻ ഒരു വീട്ടില് കടന്നു ചെല്ലുകയുണ്ട്. ആ വീട്ടിലെ ചേട്ടൻ നല്ല ആരോഗ്യമുള്ള ചേട്ടനാണ്. പക്ഷേ ചേട്ടന്റെ ശരീരത്തിലേക്ക് ക്യാൻസർ കടന്നു വന്ന് അങ്ങേയറ്റമായിപ്പോയി. ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, കർത്താവ് എന്നെ ഒരു സഹനത്തിനായിട്ട് വിട്ടിരിക്കുക. പക്ഷെ എന്റെ ഹൃദയത്തിൽ നീശോ പോകില്ല സിസ്റ്ററെ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ മനുഷ്യൻ എത്രയോ ധൈര്യത്തോടെയാണ് എന്നോടത് പറഞ്ഞത്. ശാസ്ത്രം വിധി എഴുതി, ഇനി ഒരു രക്ഷയുമില്ല, ലാസ്റ്റ് ഹോപ്പാണ്, ഒന്നുമില്ല. മരുന്നുകളൊക്കെ മാറി മാറി പകർത്തു. ചേട്ടനെ പിടിച്ചുകൊണ്ടുപോയി ഒരു മുറി കൊണ്ട് എടുത്തിട്ട് പറഞ്ഞു, പെങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോ എന്നാ എന്നോട് പറയാൻ പോകുന്നു. എനിക്ക് ഈശോ തന്ന മെസ്സേജ് ഇപ്രകാരമാണ്: മരിക്കില്ല ചേട്ടാ,
ചേട്ടൻ ജീവിക്കും, മരിക്കില്ല. അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാൻ അറിയില്ലായിരുന്നു. കാരണം ശാസ്ത്രങ്ങളെല്ലാം വിധി എഴുതി കഴിഞ്ഞു. വിത്തിൻ 1 or 2 weeks തീരും. ഇന്ന് രാവിലെ എനിക്ക് ആ ചേട്ടന്റെ ചേച്ചി എന്നെ വിളിച്ചിരിക്കുകയാണ്. സിസ്റ്ററെ, വലിയ അത്ഭുതമാണ് എൻ്റെ വീട്ടിൽ നടന്നിരിക്കുന്നത്. 99.9% എൻ്റെ ചേട്ടൻ പരിപൂർണ സൗഖ്യമാണ്. നീ ഹോസ്പിറ്റലിൽ പോകേണ്ടതില്ല, ഇടയ്ക്കൊരു ചെക്കപ്പ് അല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അത്ഭുതമല്ലാതെ മറ്റൊന്നുമില്ല സിസ്റ്ററെ. ഈശോ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക. എന്നിട്ട് നമുക്ക് കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്രകാരമേ ഉള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ ചങ്കിന്ന് ഈശോ പോകില്ല. ഒത്തിരി സന്തോഷത്തോടെ പോകുന്ന ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. ഒരു തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല സിസ്റ്ററെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഈശോ അടുത്തു വരണം. ഈശോ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകണം. നമ്മൾ എത്രയോ ധ്യാനങ്ങൾ കൂടുന്നുണ്ട്. ആർക്കും പറിച്ചു കളയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ദൈവമേ അങ്ങനെ കൂട്ടിച്ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനകൾ അങ്ങനെ ആയിരിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തില് ഞാൻ നിങ്ങളോട് ഒരു 10 മിനിറ്റോളം സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഏറ്റവും പ്രാർത്ഥനയില് ദൈവത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 17-18 വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനമാണ്. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഏലിയായെ കുറിച്ച് യാക്കോബ് ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യൻ, എന്നെയും നിങ്ങളെയും പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ സ്വന്തമായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിച്ച നിമിഷം ആ സ്വർഗം അവന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. അവൻ അടയാളങ്ങൾ സഹിതം ദൈവം അവൻ ഉത്തരം കൊടുക്കുകയാണ്. അത് അവന് മാത്രമല്ല, വ്യക്തിപരമായിട്ടല്ല, ആ ദേശം മുഴുവൻ, ആ രാജ്യം മുഴുവൻ അത് അടയാളമായി നിലകൊള്ളുകയാണ്. ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ നീ കേൾക്കുന്നുണ്ടെന്ന് ഈ ലോകത്തെ കൂടി നീ ബോധ്യപ്പെടുത്തുമാർ അടയാളങ്ങൾ ചെയ്യണേ എന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, സഹനങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഞാൻ പിടിച്ചു നിന്നാലാണ് ഈ ലോകത്തിന്റെ മുൻപിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല, ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഏലിയായെ പോലെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ. ഏലിയായുടെ പ്രത്യേകത, അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നമുക്ക് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയ പ്രവാചകന്റെ ജീവിതത്തില് അനേകം പ്രതിസന്ധികളും ദൈവത്തിന്റെ ഒപ്പമുള്ള യാത്രയും ദൈവത്തിന്റെ ഇടപെടലുകളും എല്ലാം നമ്മൾ കാണുകയാണ്. അത് മുഴുവനായിട്ട് വായിക്കാനൊന്നും നമുക്കിപ്പോൾ പറ്റുകയില്ല. ഏലിയ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ച് മഴയില്ലാത്ത വരൾച്ചയുടെ കാലഘട്ടത്തില് ഏലിയ സറേഫാത്തിൽ വന്നെത്തുകയാണ്. സറേഫാത്തിലെ ഒരു വിധവയുടെ കർത്താവ് ഏലിയായോട് പറഞ്ഞു, സറേഫാത്തിലേക്ക് മടങ്ങി ഒരു വിധവയുടെ അടുത്ത് ചെല്ലുക. അപ്പോൾ ഇവിടെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുഴുവനായിട്ട് നമ്മൾ വായിക്കും. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ സമയമാകുക, അതുകൊണ്ട് വായിക്കുന്നില്ല. 17-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാണ്. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിനെത്തിയപ്പോൾ ഒരു വിധവ വിറവ് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്ത് ചെന്ന് ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അത് വലിയ വരൾച്ചയുടെ കാലഘട്ടമാണ്. അവൻ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവള് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പിറക്കുകയാണ്, ഇത് കൊണ്ട് എന്ന് അപ്പം ഉണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, ഞങ്ങൾ മരിക്കണം. പിന്നീട് നമുക്കറിയാം, ഏലിയ പറഞ്ഞു, ആദ്യം അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരിക. അങ്ങനെ അപ്പം ഉണ്ടാക്കി ഏലിയയ്ക്ക് കൊടുത്തു. പിന്നീട് അപ്പക്കൊട്ട അത് നിറഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്ത് അങ്ങനെ അവളും അവന്റെ കുടുംബം അനേക ദിവസങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് ഏലിയ വഴിയെ കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോയിട്ടില്ല.
പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാവില്ല. അതായത് ഞാൻ ദൈവമേ എന്ന് വിളിക്കുമ്പോ, എൻ്റെ ഉള്ളു വിളിക്കുമ്പോ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കും. ദൈവം എൻ്റെ ജീവിതത്തെ നയിക്കാൻ തുടങ്ങും. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ സങ്കീർത്തകനാണ് 23-ാം അധ്യായം 1-ാം വചനത്തിൽ പറഞ്ഞു, കർത്താവ് എൻ്റെ ഇടയനാകും, എൻ്റെ ഉള്ളിലേക്ക് അവൻ വന്നു കഴിഞ്ഞു, അവനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്കൊന്നിനും കുറവുണ്ടാവില്ല, എൻ്റെ ലൈഫിൽ ഒന്നിനും കുറവുണ്ടാവില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ്. അപ്പൊ എൻ്റെ മക്കളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടാൻ ഈശോ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കൃപയാണ്, വലിയൊരു കൃപയാണ്. അപ്പോൾ ഉള്ളു തുറന്ന് അവനെ വിളിക്കുക. നിങ്ങൾ ചോദിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും കർത്താവിനെയാണ്. കർത്താവിനെ ആഗ്രഹിച്ചു തുടങ്ങുമ്പോ കർത്താവ് നമ്മുടെ ഉള്ളിലോട്ട് വരാൻ തുടങ്ങും. ഈ ആത്മാവിൽ കർത്താവ് വസിച്ചു തുടങ്ങുമ്പോ നിന്റെ ആത്മാവ് ദൈവത്തോട് സംവദിച്ചു തുടങ്ങും, പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പൊ അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കാൻ തുടങ്ങും. എലിയാ പ്രവാചകൻ ചെയ്ത വലിയ അടയാളങ്ങളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല, ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിച്ച് നമ്മൾ പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ വരൾച്ച നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വരൾച്ച അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. അനന്തരം ഏലിയ, അഹാബ് രാജാവ് വന്ന് ഏലിയായോട് പറഞ്ഞു, ഏലിയ, മഴ പെയ്യാൻ നീ പ്രാർത്ഥിക്കണം, കാരണം കഠിന ക്ഷാമമാണ്, വലിയ ദുരിതത്തിലൂടെ ജീവിതങ്ങൾ കടന്നു പോവുകയാണ്, നീ മഴ പെയ്യാൻ പ്രാർത്ഥിക്കണം. ഏലിയാട് പറയുക. അനന്തരം ഏലിയ ഇത് കേട്ട് ഏലിയ പറഞ്ഞു, ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊള്ളുക. അതായത് ഏലിയാടെ രണ്ടാമത്തെ പ്രത്യേകത, ഏലിയ തീഷ്ണതയോടെ പ്രാർത്ഥിക്കും. ഏലിയാടെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കോൺഫിഡൻസ് ആണ് ദൈവത്തിന്, വലിയ കോൺഫിഡൻസ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പിതാവിലുള്ള കർത്താവിന്റെ കോൺഫിഡൻസ് ആണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ലാസന്റെ കുഴിമാടത്തിൽ പോയി നിന്നിട്ട് ഈശോ ഇപ്രകാരം പറയും, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം, എന്റെ പ്രാർത്ഥന ഒരിക്കലും അങ്ങ് കേൾക്കാതെ പോയിട്ടില്ല, അതിനാ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ ഇതെന്തിനാ നിന്നോട് പ്രാർത്ഥിക്കുന്നത്? ഈ ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കണം എന്നെ അയച്ചത് നീയാണെന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ വലിയ കോൺഫിഡൻസ് ആണ് അപ്പന്റെ മുൻപിൽ പിതാവിന്റെ മുൻപിൽ ഈശോയ്ക്ക് വലിയ കോൺഫിഡൻസ് ആണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുമ്പോ യേശുവിലുള്ള പ്രൊവിഡൻസും കോൺഫിഡൻസും വിശ്വാസവും കൈവിട്ടു പോകരുത്. എന്ത് സംഭവിച്ചാലും എന്റെ ഇടയ്ക്കൊക്കെ ഓർക്കും, വലിയ പ്രതിസന്ധികൾ, മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോ കർത്താവിന്റെ ആൾത്താട് മുമ്പിൽ കമന്ന് കിടന്നിട്ട് പറയും, എനിക്കിവിടുന്ന് നീങ്ങാൻ പറ്റില്ല, ഇവിടുന്ന് നീങ്ങാൻ എനിക്ക് പറ്റില്ല, ഇനി എന്തും സംഭവിക്കട്ടെ. ഒരു അടിയറ വെക്കലോടുകൂടി, ഒരു കോൺഫിഡൻസോടുകൂടി അവന്റെ മുമ്പിലേക്ക് നിൽക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, അടയാളങ്ങളുമായി അത്ഭുതങ്ങളുമായി ഈശോ ചാരേ വന്ന് നിൽക്കുന്നത്, അവൻ തന്നെ എനിക്ക് വേണ്ടി വഴി തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഉള്ളായ്മയും സമർപ്പിച്ച് കോൺഫിഡൻസോടെ പ്രാർത്ഥിക്കുമ്പോ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഈ ആത്മാവിലെ പ്രാർത്ഥനയാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അധരത്തിന്റെ പ്രാർത്ഥന ആത്മാവിലേക്ക് എത്തി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം യുവജനജാനത്തിൽ ഒരു കുഞ്ഞിനോട് സംസാരിച്ചപ്പോ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മോളെ, ഗ്രേസ് ഒത്തിരി കുറഞ്ഞു പോയല്ലോ, നിന്നെ ഞാൻ ഒരു വർഷം മുമ്പ് കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ അവളുകൊണ്ട് പറയാണ്, സിസ്റ്ററെ, അങ്ങനെയല്ല, അന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതലായി പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ, പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, പക്ഷേ നടന്നു വന്ന വഴികൾ ഒത്തിരി ഡിഫറൻറ്റാ. എല്ലാ വിധത്തിലുള്ള യൂത്തിൻ്റെതായ എല്ലാ വിധത്തിലുള്ള പാപ സാഹചര്യങ്ങളും ഒഴുകി നിൽക്കുകയാണ് കുഞ്ഞ്. പക്ഷെ അവള് പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, ഒന്നും ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു, മോളെ, ഒത്തിരി ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല, ഹൃദയം കൊണ്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അവൾക്ക് വലിയൊരു അസുഖമാണ്, കണ്ണിന്റെ അകത്ത് ഇൻഫെക്ഷൻ വന്ന വലിയൊരു പ്രശ്നത്തിലൂടെ അവിടെ കടന്നു പോവുകയാണ്. ഞാൻ ഹൃദയം കൊണ്ട് നീ ഈശോയ്ക്ക് സറണ്ടർ ചെയ്യും, നല്ല കുമ്പസാരം നടത്തും, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഇന്നലെ വൈകുന്നേരം എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നുണ്ട്, 80% എന്റെ കണ്ണിന് ഈശോ സൗഖ്യം തന്നിട്ടുണ്ട് സിസ്റ്ററെ, ഞാൻ ഇനി ഡോക്ടറിന്റെ അടുത്തോട്ട് പോകണോ? ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോ നിനക്ക് തോന്നിപ്പിക്കുന്ന പോലെ നീ ചെയ്യ്. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, ആത്മാവിന്റെ പ്രാർത്ഥനയിലാണ് സ്വർഗം തുറക്കപ്പെടുകയുള്ളൂ. കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത് തന്നെയാണ്. ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം, നമ്മളെല്ലാം പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ പലവിധത്തിലുള്ള മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോയെ,
മക്കളെ, ഈശോ പറയുകയാണ്, മക്കളെ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ, ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കും. ഈശോ നിന്റെ ജീവിതത്തിന് അടുത്തോട്ട് വരും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈശോ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കണം. ആഹാവ് എന്ന് പറഞ്ഞപ്പോ ഏലിയായ്ക്ക് ഒരു സംശയമില്ല. ഏലിയ പറഞ്ഞു, നീ പൊക്കോ, മഴ വരുന്നുണ്ട്. ഒരു മഴ അന്നേരം വന്നിട്ടില്ല. പക്ഷേ അവന്റെ ആത്മാവിൽ അവൻ കണ്ടു, പ്രസന്നവദനായി അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു കഴിഞ്ഞു. അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു. അതുകൊണ്ട് അവൻ ആഹാബിനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ പൊക്കോ, മഴ ഇറമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. എന്നിട്ട് ഏലിയ വെറുതെ ഇരുന്നില്ല. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുഞ്ഞു. ഇവിടെ ഒരു വചനം വായിച്ചിട്ട് മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരിക്കുക അത്ര ഈസി അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കർത്താവ് നമ്മളോട് പറയുകയാണ്, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. ഒന്ന് മുട്ടുകുത്താൻ, ഒന്ന് കൈവിരിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റണം. ഏലി അവിടെ കയറി മുട്ടുകുത്തി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലേക്കാക്കി അവൻ ഇരിക്കുകയാണ്. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്ക്. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഒന്നും വരുന്നില്ല, മേഘങ്ങൾ ഉയരുന്നതായി കാണുന്നില്ല, മഴയുടെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ലെന്ന് വന്ന് പറഞ്ഞു. അപ്പോഴും ഏലിയ എഴുന്നേറ്റിട്ടില്ല. ഏലിയ അവിടെ നിൽക്കുകയാണ്. ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സ്വർഗം ഇടപെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട് ഏലിയായുടെ ലൈഫിൽ. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കാനായി ഞാനും നിങ്ങളും ദേവാലയത്തിലേക്ക് എത്തുമ്പോ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുവോളം ഞാനും നിങ്ങളും അവന്റെ മുമ്പിൽ ഇരുന്നേ പറ്റൂ. എൻ്റെ ദൈവം എന്നെ തൊട്ടെന്നൊരു അടയാളം കിട്ടും വരെ അവന്റെ മുമ്പിൽ നിന്ന് ഞാൻ മാറരുത്. മടുപ്പില്ല, ക്ഷീണമില്ല. ഈ ഏലിയായുടെ ത്യാഗത്തില് മടുപ്പോ ക്ഷീണമോ ഇല്ലാത്ത വിധത്തിൽ സ്വയം സാക്രിഫൈസ് ചെയ്ത് സ്വയം ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏലിയ ഇരിക്കുകയാണ്. അവൻ ഭൃത്യനോട് പറഞ്ഞു. വീണ്ടും അവൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല. വീണ്ടും നിരാശയാണ്. മഴ ഇരമ്പെന്ന് പറഞ്ഞ് രാജാവിനെ പറഞ്ഞു വിട്ടിട്ട് ഭൃത്യൻ പോയി 2ാം പ്രാവശ്യം വന്നിട്ടും പറഞ്ഞു, ഒന്നുമില്ല. ഉടനെ വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം പോയി ഇങ്ങനെ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ 1 വർഷം കൊണ്ട്, ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ട്. പക്ഷേ മാറാതിരിക്കാൻ, അവന്റെ സന്നിധിയിൽ നിന്ന് മാറാതിരിക്കാൻ നിനക്ക് പറ്റുമോ എന്ന് നീ ചിന്തിക്കണം. എൻ്റെ ഈശോയുടെ മുൻപിൽ നിന്ന് മാറാതിരിക്കാൻ എനിക്ക് പറ്റുമോ? എൻ്റെ തമ്പുരാൻ എന്നെ തൊടും വരെ ഉള്ളു തുറന്ന് അവന്റെ മുൻപിൽ ഇരിക്കാൻ എനിക്ക് പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യമാണത്. എപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ബലഹീനരായതുകൊണ്ട് വീണു പോകാം. ഇന്ന് ഈശോ പറയാണ്, മക്കളെ, വചനത്തിലൂടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 1 അല്ല 2 അല്ല 3 അല്ല 7 പ്രാവശ്യം പോയി വരുമ്പോ ഞാൻ ചിന്തിക്കുക, കാർമൽ മലയുടെ മുകളിൽ നിന്ന് കടൽ തീരത്തേക്ക് ഇറങ്ങി എത്തണമെങ്കിൽ സമയമേറെ എടുക്കും. ഭൃത്യൻ അവിടെ പോയി തിരിച്ചു വരും വരെ 7 പ്രാവശ്യം പോയി തിരിച്ചു വരും വരെ ഇരിക്കുന്ന ഒരു ഏലിയ പ്രവാചകനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. വചനത്തിലൂടെ സ്വർഗം എന്താ പറയാൻ ആഗ്രഹിക്കുക? മക്കളെ, സമയനോട്ടമില്ല ദൈവത്തിന്റെ മുൻപില്. നീ സമയം വെച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. നിന്നെ സ്നേഹിക്കുന്നവന്റെ മുൻപിൽ ഇരിക്കുമ്പോ സമയനോട്ടമല്ല നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മാവിൽ നിരന്തരം പ്രാർത്ഥിക്കണം. നിരന്തരം പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവേ അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാ 7ാം പ്രാവശ്യം അവൻ വന്ന് പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നു. ഏലി അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെട്ടുകൊള്ളുക എന്ന് ആഹാബിനോട് പറയും. ഒരു ചെറിയ മേഘമാണ്. വലിയ മേഘമോ ഇടിമിന്നലിന്റെ വലിയ മേഘങ്ങളൊന്നുമില്ല, കനത്ത മേഘങ്ങളില്ല. കൈപ്പത്തിയോളം വരുന്ന ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നെന്ന് പറഞ്ഞപ്പോ എലിയ പറഞ്ഞു, രഥം പൂട്ടി പുറപ്പെട്ടുകൊള്ളാൻ ആഹാബിനോട് പറയുക, മഴ തടസ്സപ്പെടുത്തും യാത്ര. അടുത്ത വചനമാണ് 45-ാമത്തെ വചനം. ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. ആഹാബ് ജസ്രയിലേക്ക് രഥം ഓടിച്ചുപോയി. കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായി ഈശോ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ,
നീ കർത്താവിന്റെ മുൻപിൽ അക്ഷമനായി നിൽക്കണം. കർത്താവിന്റെ മുൻപില് നിനക്ക് ക്ഷമ കെട്ടുപോകരുത്. ഞാനും നിങ്ങളും യേശുവിന്റെ മുൻപിൽ നിൽക്കുമ്പോ, കർത്താവെ, ക്ഷമയില്ലാത്തവളായി നിൽക്കാൻ എന്നെ അനുവദിക്കരുത്. എൻ്റെ ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന കേൾക്കും. എനിക്കായി അടയാളങ്ങൾ ചെയ്യുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കും. അതിന്റെ മുൻപിൽ മറ്റൊരാളുടെ വാക്കുകൾ എന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. വിമർശനങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. എൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ പലരും എന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ മക്കളെ, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ തലയറക്കപ്പെട്ടപ്പോഴും തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വീണപ്പോഴും വലിയ വധശിക്ഷയ്ക്ക് വിധേയമാകപ്പെടുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളെ തിരുസഭ നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട്. അവിടെ വിശുദ്ധരുടെ വലിയ നിരയിൽ തന്നെ നമ്മൾ കാണും പ്രാർത്ഥന. ഈ ലോകത്തില് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിക്ക് വിശുദ്ധരാകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇന്ന് പലരും പറയുന്നുണ്ട്, നല്ല മനുഷ്യരായാൽ മതി കേട്ടോ, നല്ലത് മാത്രം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പള്ളി പോയാലും കുഴപ്പമില്ല, 10,000 20,000 പൗണ്ടിന് ചാരിറ്റി ചെയ്താൽ മതി. നോ, നിന്റെ ഹൃദയം ദൈവത്തോടടുക്കുന്നില്ലെങ്കിൽ നിനക്ക് വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് എത്താൻ പറ്റില്ല. ചില തെറ്റായ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ട് നമ്മൾ പലരും പറയും, എത്രയോ നന്മ ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ സ്വർഗം എനിക്കുണ്ട്. മക്കളെ, നീ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരോടൊപ്പമാണ് നീ ഇത് ചെയ്യുന്നത്? തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്തൊക്കെ ത്യാഗങ്ങൾ ഏറ്റെടുത്താലും എൻ്റെ സ്വർഗത്തിന് വേണ്ടി, എൻ്റെ സ്വർഗത്തോടൊപ്പം എത്താൻ എനിക്ക് പറ്റുന്നുണ്ട് എങ്കിൽ എൻ്റെ ദൈവം എന്നെ വിശുദ്ധിയുടെ പദവിയിലേക്ക് എത്തിച്ചേർക്കും. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവരോട് സ്വർഗം പറയുകയാണ്. സ്വർഗത്തിന്റെ അടയാളങ്ങൾ ആഗ്രഹിക്കുന്നവരോട് സ്വർഗം പറയുകയാണ്, മക്കളെ, പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവ് പറയാണ്, ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കണം. എപ്പോൾ? എല്ലായ്പ്പോഴും. ഈശോയെ, അതിനുള്ള കൃപ എനിക്ക് തരണം. നമുക്ക് എല്ലാവർക്കും എപ്പോഴും പള്ളിയിൽ പോയിരിക്കാൻ പറ്റില്ല, എപ്പോഴും ജപമാലകൾ ഉറക്കെ ചൊല്ലാൻ പറ്റില്ല. പക്ഷേ ഈ ചൊല്ലിയ ജപമാലകളും ഈ അർപ്പിച്ച വിശുദ്ധ കുർബാനകളൊക്കെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ, ഓരോ ദിവസവും വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ ആത്മാവ് പ്രാർത്ഥിക്കട്ടെ മക്കളെ. ആ കൃപ നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് പ്രാർത്ഥനയുടെ മക്കളായിട്ട് മാറണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി, ആഴമായ വിശ്വാസമുള്ള മക്കളായിട്ട് മാറണം. അതിനുള്ള കൃപ ചോദിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഈ ആരാധന മണിക്കൂറുകളിൽ ദൈവം സമീപത്ത് കടന്നു വന്നു വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണ്. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അവിടുന്ന് ഈ ആൾക്കാരിൽ എഴുന്നള്ളി വരുമ്പോൾ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഈ സമയം ഈശോയെ കർത്താവിന്റെ വലിയ പ്രസൻസ് ഉണ്ടാവട്ടെ. ഇന്ന് ഈ ആരാധനയിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിക്കുന്ന ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് സ്വർഗ്ഗത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. സ്വർഗ്ഗത്തിന്റെ വലിയ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോ ഇന്നും ജീവിക്കുന്ന അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 എല്ലാ മക്കളും ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചു ദൈവത്തെ ആരാധിച്ചേ. ദൈവശക്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിച്ചേ, സ്തുതിച്ചു പ്രാർത്ഥിച്ചേ, സർവ്വശക്തനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു എന്റെ അമ്മ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശ്വരാധന, ആരാധന, ആരാധന, ആരാധന. ഈശ്വര ആരാധന. ഹല്ലേലൂയ, ഈശ്വര ആരാധന, ഈശ്വര ആരാധന, 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 ഈശ്വര. പ്രാർത്ഥന വരം നിറയെ കടക്കാതെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു.
സ്നേഹത്തോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. എല്ലാ കുടുംബങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് മക്കളെ ചങ്കുപൊട്ടി ഈശോയോട് പറയാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ ജീവിതത്തിൽ തകർന്നു പോയിരിക്കുന്ന മക്കള്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരും, എല്ലാ കണ്ണുനീരുകളും ഈശോയുടെ ആൾക്കാരിലോട്ട് ഹൃദയം പരിപൂർണമായിട്ട് സമർപ്പിക്കും. ഈശോയെ നാഥായ ഇടപെടണേ എന്നാഗ്രഹിക്കും. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാദ ആരാധന, ആരാധന ആരാധന നാദ ആരാധന. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മുടെ ഈശോ നമ്മുടെ സമീപത്തോട്ട് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. കർത്താവേ, ഞങ്ങൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഈ രാത്രി അങ്ങ് ചെയ്യണോ. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്റെ രൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്റെ രൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാദ ആരാധന, ആരാധന ആരാധന നാദ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ, അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിങ്ങൾ സമർപ്പിക്കുക. കർത്താവ് പറയുകയാണ്, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും.
കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ അടുക്കലേക്ക് ഈശോ നിങ്ങളുടെ സമീപത്തോട്ട് വന്ന് നിന്ന് നിങ്ങളിന്ന് ചോദിക്കുന്ന യോഗത്തിനും ദൈവം ഇടപെടുന്നതായി മുന്നിൽ കണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആഹാബിനോട് ഭക്ഷണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് എലിയ പറയുകയാണ്, മഴയരമ്പുന്നു. അവനറിയാം അവന്റെ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കും. ഈ വലിയ വിശ്വാസത്തോടെ എല്ലാ മക്കളും ഇന്ന് ഈശോയുടെ മുൻപിലായിരിക്കും. കർത്താവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങന്റെ അടുത്തുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവേ, എന്നെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈശോയെ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട അങ്ങയുടെ തിരുശിരസിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തുള്ളികൾ കൊണ്ട് കർത്താവേ, ഈ സമയം എന്റെ കുറവുകളെല്ലാം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് തടസ്സം നിൽക്കുന്ന, പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് എത്തപ്പെടാത്ത വിധത്തിൽ തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും കെട്ടുപാടുകൾ, ഏതെങ്കിലും അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ മക്കളും നിമിഷം മാപ്പ് ചോദിക്കും. ഈശോയെ, എന്റെ മുമ്പിലോട്ട് പ്രാർത്ഥിക്കാൻ ഓടി വന്നിട്ടുണ്ടപ്പാ. ചില ബലഹീനതകളും കുറവുകളും എന്നെ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. ഈശോ, ഓരോരുത്തരും മാപ്പ് ചോദിക്കട്ടെ. എന്നിട്ട് യേശുവിന്റെ സന്നിധിയോട് നിങ്ങൾ അങ്ങ് ചേർന്നിരിക്കും. കർത്താവേ, ഞാൻ കരയുകയാണ് നാഥ, നിന്റെ മുൻപിൽ എന്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്. ഈശോയെ, നിന്നോട് ഞാൻ സംസാരിക്കാനായി ഇനിതാ നിന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കും. ഓരോ മക്കളും പ്രാർത്ഥിക്കണം. പ്രത്യേകമായി സമയത്ത് ജോലിയില്ലാത്ത എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി സമയത്ത് നമ്മൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുക. ആരൊക്കെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. നിന്റെ നാഥൻ അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഈശോ ആഗ്രഹിച്ച് പറയുക. ഈ സമയത്ത് കർത്താവ് ഒരു മെസ്സേജ് എനിക്ക് തരികയാണ്. ന്യൂസിലൻഡിലെ ജോലിയില്ലാതിരിക്കുന്ന ഒരു മകൾക്ക് ഈശോ ഈ സമയത്ത് ജോലി കൊടുത്ത് അനുഗ്രഹിച്ച് ആ മകളുടെ ജീവിതത്തെ ഉയർത്തുന്നതായി കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒരു അത്ഭുതം ഈശോ അവൾക്ക് വേണ്ടി ചെയ്യൂന്ന് ഈശോ പറയുകയാണ്. കർത്താവേ, നന്ദി പറയുന്നപ്പ, നന്ദി പറയുന്നു. ഓരോ നിയോഗങ്ങളും പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയെ, എന്നെ തള്ളിക്കളയല്ലേ, എന്നെ കാണണമേ എന്നുള്ളത് ഈശോയോട് പ്രാർത്ഥിക്കണം. എല്ലാ വേദനകളും ഈശോയ്ക്ക് കൊടുക്കും. പരിപൂർണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. സങ്കീർത്തനം 37:4 വചനം പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ജോലിയില്ലാത്ത മക്കളെല്ലാം ഈ സമയം പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്കൊരു ജോലി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയിട്ടുള്ള മക്കളുണ്ട്. ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ UK-യിലും ആയിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം. നാട്ടില് PSC പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കള്, ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കള്, ജീവിത പങ്കാളിക്ക് ഒരു ജോലി കിട്ടണമേ എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ ഈ സമയത്ത് അനേക ജീവിതങ്ങൾ ഇടപെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്മേൽ നമ്മൾ മുറുകെ പിടിക്കുക. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമാണ്. ഈശോ, ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ദാനിയേൽ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ദൈവം ഈ എരിയുന്ന തീച്ചൂളിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ കണ്ണുനീര് കാണാത്തവനല്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈശോയെ, ഉള്ളു തുറന്ന് ജോലിയില്ലാത്ത മക്കൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരടയാളം ചെയ്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളു തുറന്ന് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക. ജോലി കിട്ടേണ്ട സ്ഥലങ്ങളെ മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുക. അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്റർവ്യൂകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവ ശക്തി വെളിപ്പെടട്ടെ, ഈശോയുടെ ശക്തി വെളിപ്പെടട്ടെ. ഈശോ, 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 ഈശോ. ഈ കൂട്ടായ്മയിൽ ജോലിയില്ലാത്ത 11 പേർക്ക് ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. 11 ആളുകള് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അടുത്ത നാളുകളിൽ തന്നെ ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കും. സാബു എന്ന് പറയുന്ന മകനെ ഈശോ പേര് വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. ഈ സമയം ഈശോ ട്യൂമറുള്ള ഒരു വ്യക്തിയുടെ ട്യൂമർ എടുത്ത് മാറ്റുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. വിശ്വസിക്കുക, അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത പങ്കാളി ഭാര്യയോട് സ്നേഹമില്ലാത്ത ഒരു മകൻ, ഭാര്യ വഴക്കൂടി ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു മകൻ, ആ മകൻ ഭാര്യ
തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഈശോ തിരിച്ചു കൊണ്ടുവരാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തൊട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് വളരെയധികം രോഗപീഠയിലാണ്. ആ കുഞ്ഞിന്റെ സമീപത്ത് ഈശോ നിന്ന് ആ കുഞ്ഞിനെ സൗഖ്യപ്പെടുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിലാനി എന്ന് പറയുന്ന ഒരു മകളെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. രാത്രി മുഴുവൻ സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തി, ഉറക്കം കിട്ടുന്നില്ല, സ്വപ്നങ്ങൾ കൊണ്ട് വളരെയധികം ഭാരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈശോ പരിപൂർണ്ണ ഉറക്കം നൽകുന്ന പീഡ എടുത്തു മാറ്റുന്നതായി കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊളസ്ട്രോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈശോ ആ മേഖലയിൽ ഒരു സൗഖ്യം കൊടുക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ജോബി എന്ന് പറയുന്ന മകനെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി, നന്ദി. 2 സിസ്റ്റേഴ്സിനെ ഈശോ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. അവരുടെ പിന്നാലെ നിഴല് പോലെ ഈശോ പിന്തുടരുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. കൂടെ ഉണ്ടെന്നൊരു ബോധ്യം ഈശോ കൊടുക്കുന്നതായി കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ അറിവിലുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ, ഈ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ദമ്പതികളും പ്രാർത്ഥിക്കട്ടെ. എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ ഈശോയെ, അവിടത്തേക്കെല്ലാം സാധ്യമാണല്ലോ ഈശോയെ. എല്ലാ മക്കളും ഉള്ളുരുകി ആത്മാവലി ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും വിവാഹം കഴിഞ്ഞിട്ട് 2, 3, 4, 10, 15, 20 വർഷങ്ങളായ ദമ്പതികളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഇന്നും ജീവിക്കുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈശോയെ. ഇന്നും നീ ജീവിക്കുന്നുണ്ടല്ലോ കർത്താവേ. ജീവനുള്ള എന്റെ ഈശോയെ, നിന്റെ മക്കളിലേക്ക് വലിയ അടയാളങ്ങൾ ചെയ്യണേ. നിന്റെ മക്കൾക്ക് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ ഈശോയെ. രാത്രിയുടെ യാമങ്ങളുടെ അവരുടെ കരച്ചിലുകൾ കണ്ട് ഈശോയെ അവരെ തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവ്, അവിടത്തേക്കെല്ലാം സാധ്യമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. മിനി എന്ന് പറയുന്ന മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകാൻ ദൈവം തിരുമനസ്സാകുന്നതായി കർത്താവ് ഒരു മെസ്സേജ് നൽകുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സോണിയ എന്ന് പറയുന്ന മകളെ ഈശോ അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അലളി വാ നിറച്ച് പുണ്ണാണ്, വാ നിറച്ച് ഇങ്ങനെ അൾസർ വരുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ഈശോ ഈ സമയത്ത് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന ആ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. എനിക്ക് പഠിക്കാൻ ഒട്ടും കഴിവില്ലല്ലോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ഒരു യുവാവിനെ ഈശോ പഠിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ആ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഡോമിനിക് എന്ന് പറയുന്ന ഒരു മകന് വചന ശുശ്രൂഷയ്ക്ക് വരം കൊടുക്കുന്ന ആ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ഈശോയെ വിളിച്ച് യേശുവേ, 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 എല്ലാവരും വിളിച്ച ഈശോ ഉള്ളുതറന്ന് ചങ്കു തുറന്ന് വിളിക്കുന്ന യേശുവേ, ഈശോയെ ആത്മാവിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. തിരുക്കുരിശിനോട് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കണ്ണുനീർ നീ മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. സങ്കടങ്ങളോട് കടന്നു പോകുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ. സാമ്പത്തിക തകർച്ചയെ നമ്മൾ ഈ സമയത്ത് സമർപ്പിക്കാം. ഏതെങ്കിലുമൊക്കെ മേഖലകളില് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. ബിസിനസ് തകർന്നു പോയ വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം. ബിസിനസിന്റെ വലിയ തകർച്ച, കർത്താവെ, ഒരു ജോലിയില്ലാത്തത് കൊണ്ട്, ഒരു ഭവനമില്ലാത്ത മക്കള്, വലിയ കടബാധ്യതയോട് കടന്നു പോകുന്ന മക്കള്, ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന മക്കള്, ജീവിത പങ്കാളി വേർപെട്ടു പോയതുകൊണ്ട് ഭാരപ്പെടുന്ന മക്കള് ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും. പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും, എന്റെ മുറിവുണക്കും. എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, എത്ര
എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. മക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഈശോ നമ്മുടെ അടുക്കലേക്ക്, നമ്മുടെ സമീപത്തേക്ക് ഈശോ വരിക. ഓരോ മക്കളും ഉള്ളുരുകി പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈശോ. ഓരോരുത്തരും ഈശോയോട് പറയട്ടെ. കർത്താവിന്റെ കാലിൽ എല്ലാ മക്കളും ജീവിതം സമർപ്പിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള്, ഈശോ ഈ മക്കളുടെ ജീവിത പങ്കാളി, ഭവനത്തിന്റെ അവസ്ഥ, കടബാധ്യതകളിലേക്ക് ഈശോയെ നീ ഒന്ന് ഇറങ്ങി വരണേ ഈശോയെ. കർത്താവേ, അവിടുന്ന് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കും. മനസ്സ് പ്രാർത്ഥിക്കട്ടെ, ഹൃദയം പ്രാർത്ഥിക്കട്ടെ, ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് കൊടുക്കും. പക്ഷെ നമ്മളെ തള്ളിക്കളയില്ല മക്കളെ. കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കുന്ന മക്കളുണ്ട്, കുടുംബ സമാധാനമില്ലാത്ത മക്കളുണ്ട് ഈശോയെ. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഈശോയെ. കമ്പനിൽ നിന്ന് പിരിച്ചുവിട്ട മക്കളുണ്ട് ഈശോയെ. എത്രയോ പേരാണ് ഈശോയെ കണ്ണുനിലൂടെ കടന്നു പോകും. പിയാറ് കിട്ടാത്ത മക്കൾ ഈശോയെ. പല പ്രാവശ്യം OET എഴുതിയിട്ട് പാസ്സാകാത്ത മക്കൾ ഈശോയെ. LSR എക്സാം എഴുതിയിട്ട് പാസ്സാകാത്ത മക്കൾ ഈശോയെ. അവരെല്ലാം ഒന്ന് കരുണയോടെ കടാക്ഷിക്കണം ഈശോയെ. ഈശോയെ, ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണം ഈശോയെ. കർത്താവേ, നിനക്കെല്ലാം സാധിക്കും ഈശോ. ഓരോരുത്തരും ഈശോയോട് പറയട്ടെ, ഈശോ നിനക്കെല്ലാം സാധിക്കും. എന്റെ ഈശോ, നിനക്കെല്ലാം സാധിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഈശോയെ, നിനക്കെല്ലാം സാധിക്കും. എന്നെ കൈവിടല്ലേ ഈശോയെ. എന്നെ കൈവിടല്ലേ ഈശോയെ. എന്നെ തള്ളിക്കളയല്ലേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ ഓരോ മക്കളും, ഓരോ വ്യക്തികളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ വേദനകൾ ഈശോ ഏറ്റെടുക്കുന്ന സമയമാണ്. നിങ്ങളുടെ വേദനകൾ ഈശോ ഏറ്റെടുക്കുന്ന സമയമാണ്. കർത്താവേ, കർത്താവേ, അവിടുന്ന് തള്ളിക്കളയല്ലേ ഈശോ. അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണ്. ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടുന്ന സമയമാണ്. രോഗക്കിടക്കിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ് ഈശോയെ, അഭിഷേകത്തിന്റെ നിറവ് തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. വലിയ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ഞങ്ങൾ ഓരോരുത്തരും ഈശോയെ പ്രാർത്ഥനാ വരം തരണേ ഈശോ. പ്രാർത്ഥനാ വരം, അത്ഭുതങ്ങൾ ചെയ്യാനുള്ള പ്രാർത്ഥനാ വരം ഈശോയോട് ചോദിക്കും. ഈശോയുടെ ഓരോ മക്കളും ചോദിച്ച് കർത്താവ് ഗെത്സമനയിൽ ശംഖുപൊട്ടി പ്രാർത്ഥിച്ചതുപോലെ, പരിശുദ്ധ രക്തകണ്ണുനീര് ചിന്തി പ്രാർത്ഥിച്ചതുപോലെ, വിശുദ്ധരൊക്കെ പരിഹാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അതിനുള്ള കൃപ എനിക്ക് തരണേ ഈശോ. അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ഒരു നമുക്ക് ആഗ്രഹിക്കും. ഈശോയെ, എല്ലാം സാധ്യമാക്കുന്ന എൻ്റെ ഈശോ, എന്നോട് സംസാരിക്കണേ ഈശോ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യ നിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. വിശുദ്ധ ശരീരത്താലും വിലയേറിയ തിരുരക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ,
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിടറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.